സീരിയസ് ആവുമ്പോ മൾട്ടി ടാലന്റഡ് ഫാമിലിയാണ് ഞാൻ പറഞ്ഞല്ല. ഡബിൾ മീനിങ് കോമഡീസ് ഏറ്റവും പറയണ്ട ഉമ്മയാ. ഇപ്പൊ അടുത്തൊരു ഇന്റർനാഷണൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? വീട്ടിലുണ്ടോ ആളിപ്പോഴും? പിന്നെ ആള് അന്ന് വന്നതാ, ഇതുവരെയും പോയിട്ടില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ ലൈഫിൽ സ്റ്റക്ക് അനുഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഹോസ്പിറ്റലിലെ ലിഫ്റ്റില് കുടുങ്ങിയിട്ടുണ്ട്. അന്ന് ലൈഫിൽ ഭയങ്കര സ്റ്റക്ക് ആയ പോലെ എനിക്ക് തോന്നി. എന്തൊരു കഷ്ടപ്പെട്ടതൊക്കെ കുടുംബക്കാരുടെ അടുത്ത് നിന്നാണ് മെയിൻ ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ അത് അസൂയ കൊണ്ട് മാത്രം. ഇപ്പൊ ഒരാണും ആണും തമ്മിൽ കൂടുതൽ കമ്പനി കൂടുതൽ ക്ലോസ് ആയ ഉണ്ട്. അപ്പൊ പെണ്ണും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ അതൊരു ക്യൂട്ട്നെസ് ആയിട്ടേ കാണുള്ളൂ. അതിൽ പൊളിയും, ആ പൊളിഞ്ഞ അതിലൂടെ ചളി തെറിച്ച് വെള്ളല്ലേ. ഇനി അടുത്തത് ഇതുപോലത്തെ അടിച്ചു വയ്ക്കടാ. ഉമ്മ ശരിക്കും ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പോലെ ഭയങ്കര ചില്ലാണോ അതോ സ്ട്രിക്റ്റ് ആണോ? വീട്ടിലൊക്കെ എങ്ങനെയാണ് ആള്? ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പോലെ തന്നെയാണോ? ഇൻസ്റ്റഗ്രാമിൽ കാണുന്നതിനേക്കാൾ ചില്ല. ഭയങ്കര തമാശയും ഡബിൾ മീനിങ് കോമഡീസ് ഏറ്റവും പറയണ്ട ഉമ്മയാ. ഉമ്മാന്റെ അടുത്തുനിന്നാണോ റെഫറൻസ് എടുക്കുക? ഉമ്മാന്റെ അടുത്തുനിന്നാണ് ഞാൻ ഈ ഡബിൾ മീനിങ് കോമഡികളും ചളികളൊക്കെ പഠിക്കണേ. നമ്മളെ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുമ്പോ ഉമ്മ ഭയങ്കര കോമഡി ആയിരിക്കും. സ്പോട്ടില് വരും സാധനങ്ങള്. ഈ കോമഡി തഗ്ഗൊക്കെ ഇല്ലേ നിങ്ങക്ക് ജീനിലുള്ളതാണോ? ഉമ്മാനെ പോലെ തന്നെ ഫാമിലിയില് എല്ലാവർക്കും ഉള്ളതാണ്. ചുരിദാർ കിട്ടിയായിരിക്കും അല്ലേ? അടുത്തൊരു സീരിയസ് ക്വസ്റ്റ്യൻ ആണ്. സീരിയസ് ആവുമ്പോ എപ്പോഴും നമ്മള് അഖിൽ ഷാൻ എപ്പോഴും ചിരിച്ചോണ്ടാണ് എപ്പോഴും കാണാറ്. ശരിക്കും ലൈഫിലും അഖിൽ ഷാ അങ്ങനെ തന്നെയാണോ? അതോ ഈ ചിരിച്ച മുടിയുടെ ഉള്ളിൽ ഒരു ഭയങ്കര സീരിയസ് ആണ്? ധന്യവർമ്മൊക്കെ ചോദിക്കണ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സീരിയസ് ആയിട്ട് എടുക്കണോ? ഞാന് ഇൻസ്റ്റയിൽ കാണുന്ന പോലെയല്ല എന്ന് ഫ്രണ്ട്സ് പറയാറുണ്ട്. ഐ മീൻ കോണ്ടന്റിലുള്ള പോലെയല്ല, ഞാൻ വേറൊരു ക്യാരക്ടറാണ്. എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടോ? കുഴപ്പമൊന്നുമില്ല, ചിരിക്കണമായിട്ട് മനസ്സും നല്ല ഇതാണ്. എങ്ങനെ പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ചിരിക്കുക, അങ്ങനത്തെ സെൻസിറ്റീവാ. പെട്ടെന്ന് സങ്കടം വരും. ചെറിയ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ കരയും. അങ്ങനെയൊക്കെയാ. എപ്പോഴെങ്കിലും ഇങ്ങനെ ലൈഫിൽ സ്റ്റക്ക് അനുഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മള് ഒരു ആവറേജ് ഒരു ശരാശരി ഒരു 20-കാരൻ ഒരുപാട് ഇൻസെക്യൂരിറ്റികളിലൂടെ ഒക്കെ കടന്നു പോകുന്നില്ല. ഹോസ്പിറ്റലിലെ ലിഫ്റ്റില് കുടുങ്ങിയിട്ടുണ്ട്. അന്ന് ലൈഫിൽ ഭയങ്കര സ്റ്റക്ക് ആയ പോലെ എനിക്ക് തോന്നി. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാ ലിഫ്റ്റ് തുറന്നേ. എന്തൊരു കഷ്ടപ്പെട്ടതൊക്കെ സ്റ്റക്ക് ആയിട്ടില്ല, ആകെ സ്റ്റക്ക് ചെയ്താൽ എനിക്ക് ഓർമ്മയുള്ളൂ. സങ്കടം വരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാല് ഇപ്പൊ നമ്മുടെ ദ മൊമെന്റ് വെൻ യു റിയലൈസ് ദാറ്റ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളല്ല എന്നൊക്കെ അറിയുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ. ആ സമയത്തൊക്കെ ഞാൻ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി, അതെനിക്ക് ബ്രേക്കപ്പിനേക്കായി ഹേർട്ട് ചെയ്യും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് സങ്കടാവും. പിന്നെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയും, അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ തളർത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് സങ്കടാവും. പക്ഷെ അതെന്നെ ആലോചിച്ചിരിക്കൊന്നുമില്ല, അതിന്ന് മൂവ് ഓൺ ചെയ്യും. നമ്മൾ ചെയ്യണല്ലോ, ലൈഫ് ഗോസ് ഓൺ. അതെ. പക്ഷെ എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്റെ പേരൻസും ഫ്രണ്ട്സും തന്നെയാണ്. അവര് ഉള്ളിടത്തോളം കാലം ബാക്കിയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും നെവർ മൈൻഡ്. ഇപ്പം ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഫീൽഡിലൊക്കെ വന്നതിന് ശേഷം ഏറ്റവും അധികം വിഷമം ഉണ്ടാക്കി എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ? വിഷമം ഉണ്ടാക്കുന്ന നെഗറ്റീവ്സ് തന്നെ. നെഗറ്റീവ് നമുക്ക് വിഷമം ഉണ്ടാവില്ല. ആരാണെങ്കിലും നമ്മൾ കാണുമ്പോൾ വിഷമം ഉണ്ടാവും. പിന്നെ നമ്മളത് മൈൻഡ് ആക്കൂലെങ്കിലും ഫസ്റ്റ് നമ്മളത് കാണുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയുന്നേ എന്നുള്ളൊരു ഇതുണ്ട്. ആദ്യമൊക്കെ വരുമ്പോ നല്ല ഉണ്ടാകും, പിന്നെ അതിങ്ങനെ എപ്പോഴും എഴുതുകൊണ്ട് പിന്നെ അതൊരു ഇതില്ലാണ്ടായി മാറി. അങ്ങനെ എനിക്ക് എന്നെ പറയുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോ എന്റെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ എന്റെ ഫാമിലിനെയൊക്കെ ഉപ്പാനൊക്കെ ചിലപ്പോ കുറിച്ചൊക്കെ പറയും, തന്തയെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും, എനിക്ക് തന്തയെ പറഞ്ഞാൽ മതി, അങ്ങനത്തെ ഒക്കെ കമന്റ്സ് വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അവരുടെ ഒരു സംസ്കാരം ഞാൻ ആലോചിക്കണം. ഈ കമന്റ് ഇടുന്ന ആൾക്കാരുടെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്, വിഷമം തോന്നാറുണ്ട്. ഉമ്മക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ക്രിറ്റിസൈസിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഫാമിലിന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ നെഗറ്റീവ് കമന്റ്സ് ഉമ്മാക്ക് കുറവാ. ഉമ്മ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഉമ്മയുടെ വീഡിയോസിൽ അധികം ഞാൻ വായിച്ചു കൊടുത്തോളം നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഉമ്മാക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എന്റെ ഒരു തോന്നൽ. അല്ലേ? അതല്ലോ, കുടുംബക്കാരുടെ അടുത്ത് നിന്നാണ് മെയിൻ ആയിട്ട് ക്രിറ്റിസൈസ്. എന്താന്ന് വെച്ചാൽ അത് അസൂയ കൊണ്ട് മാത്രം, വേറൊന്നുമല്ല. അവർക്ക് ഈ പ്രായത്തിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും കുടുംബക്കാരെ പോലെ തന്നെ. ഞാൻ ചിലപ്പോ കല്യാണത്തിന് വിളിക്കൂല കേട്ടോ. കുടുംബത്തില് കുടിരിക്കല് കല്യാണം ഉണ്ടെങ്കിൽ മന ഇതാക്കില്ല. അപ്പൊ അടുത്ത് ഞാനൊരു റീല് കണ്ട്, ഇങ്ങനെ ഒരു സംതിങ് ദാറ്റ് മേക്സ് മീ ഹാപ്പി പറഞ്ഞിട്ട് ഫ്രണ്ട് അനിരുദ്ധമായിട്ടുള്ള ഒരു റീല് അല്ലെ. ഇപ്പം മെൻസ് ഡേ അന്നാണ് ഞാൻ അത് കണ്ടത് കോൺസ്റ്റന്റ്ലി.
ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, മെന്ന് ഭയങ്കര അണ്ടർ അപ്രീഷിയേറ്റഡ് ആണ്. ഇപ്പം ഒരു മെൻ മറ്റൊരു മെന്നിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോന്ന് വെച്ചാല് ഇപ്പൊ ഒരു ആണും തമ്മിൽ കൂടുതൽ കമ്പനി കൂടുതൽ ക്ലോസ് ആയ ഉണ്ട്. അത് നോർമലാ, അതിപ്പോ അങ്ങനെയാ. അതിൽ നിന്നൊക്കെ എന്തായാലും മാറ്റങ്ങൾ വരണം. കാരണം ഇപ്പൊ പെണ്ണും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ അതൊരു ക്യൂട്ട്നെസ് ആയിട്ടേ കാണുള്ളൂ. പക്ഷെ ആണുങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർ ക്യൂട്ട്നെസ് ആയിട്ടല്ല കാണും. അങ്ങനത്തെ കുറെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാനും അനിരുദ്ധും എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അനിരുദ്ധ്, പക്ഷെ ആൾക്കാർ ഞങ്ങൾ കപ്പിളായിട്ടാണ് കാണുന്നത്. അങ്ങനെയാ, കാരണം നമ്മൾ അത്രയും കൂടുതൽ വീഡിയോസ് ഞാൻ അവന്റെ പെയറായിട്ടാണ്. അപ്പൊ അത് കാണുമ്പോ ആൾക്കാർക്കുള്ള ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടാവാം, എന്താന്ന് എനിക്കറിയില്ല. ഞങ്ങള് ഭയങ്കര ക്ലോസാ, ഞാൻ അനിരുദ്ധ അബ്ദു, നമ്മള് മൂന്നുപേരും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പം ഇങ്ങനെ ഫ്രണ്ട്സിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് സ്റ്റീരിയോ ടൈപ്സ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അഖിലാണെങ്കിലും അസ ആണെങ്കിലും ഇതുപോലത്തെ കുറെ നമ്മുടെ സൊസൈറ്റിയിലുള്ള സ്റ്റീരിയോ ടൈപ്സ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എവിടെ നിന്നാണ് ഇതിനുള്ള ഒരു ശക്തിയൊക്കെ കിട്ടുന്നത്? ഇങ്ങനെയൊന്നുമില്ല. ഇത് ഇന്റൻഷനലി ആണ്? അല്ലല്ല, അത് ബ്രേക്ക് ചെയ്യണം ഇത് ബ്രേക്ക് ചെയ്യണം അങ്ങനെ വിചാരിച്ചിട്ടല്ല. നമുക്ക് നോർമലാണെന്ന് തോന്നിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അത് ആളുകൾ എന്ത് പറഞ്ഞാലും ഇത് ശരിയാണ്, നമുക്കൊരു ശരി ഉണ്ടാവുമല്ലോ, ആ ശരി നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. അടുത്തത് ഉമ്മാനോടാണ്. ഇപ്പം എങ്ങനെയാണ് പുറത്തു പോകുമ്പോൾ ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ടോ? ഷാമോന്റെ ഉമ്മായിട്ടാണോ അതോ PT അസീറായിട്ടാണോ അറിയപ്പെടുന്നത്? അഖിൽഷാന്റെ ഉമ്മയായിട്ട് തന്നെ. ഉമ്മായിട്ട് തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഉമ്മയും ഷാമോന്റെ ഒപ്പം തന്നെ വളർന്നു കഴിഞ്ഞല്ലോ ഉമ്മ. ഇപ്പൊ ഉമ്മാക്ക് സ്വന്തം ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ടോ? എന്താ ഉമ്മാക്ക് ഇൻസ്റ്റ? അതിപ്പോ അനിയത്തിയുടെ അനിയൻ ഇൻസ്റ്റ ഉണ്ട്, അവരുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ഉമ്മ നോക്കും. അതിനാ കമന്റ്. ഉമ്മാക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റ തുറന്ന ഫാൻസ് ഒക്കെ അങ്ങോട്ട് പോകുന്ന വിചാരിച്ചിട്ടാണ്. അതൊന്നും വേണ്ട, മോൻക്കുണ്ടല്ലോ. മോന്റെ റീൽസിലെല്ലാം നിറഞ്ഞു നിൽക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? കുടുംബത്തിലൊന്നും ഒരു കുടുംബത്തിൽ ഒരു സെലിബ്രിറ്റി. ഇപ്പൊ അടുത്തൊരു ഇന്റർനാഷണൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ വീട്ടിലുണ്ടോ ആളിപ്പോഴും? പിന്നെ ആള് അന്ന് വന്നതാ, ഇതുവരെയും പോയിട്ടില്ല. ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് വീടൊരു മണിയറയൊക്കെയാ. അത് കൊറേ ദിവസം കഴിഞ്ഞിട്ട് റീൽസ് ഇട്ടാൽ അപ്പോഴും പറയാം അപ്പോഴും പോയിട്ടില്ലേ. എല്ലാരും എന്നോട് പറയും മരുകളാക്കി വീട്ടിലിരിക്കുക. അപ്പൊ പുറത്തുനിന്നൊന്നും കിട്ടാത്ത കാരണം ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടായിട്ട് ഇപ്പൊ ജർമ്മനിയിൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. അത് ശരിക്കും എങ്ങനെയാണ് ശരിക്കും എങ്ങനെയാണ് ആളായിട്ട് പരിചയപ്പെടുന്നത്? ആള് ഞാനൊരു ഷൂട്ടിന് പോയ സമയത്ത് ഷൂട്ടിംഗ് കാണാൻ വന്നതാ. ബ്രേക്ക് ടൈം ആയതുകൊണ്ട് ആളോട് ഇങ്ങനെ സംസാരിച്ച് കമ്പനി. അപ്പൊ ആള് ഇവിടെ മോഡലിംഗ് ചെയ്യാം. ഞാൻ പറഞ്ഞു റീല് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് പറഞ്ഞപ്പോ ആള് റെഡിയാണ്, ആള് എന്തിനും റെഡിയാണ്. അപ്പൊ നമ്മളങ്ങനെ ഭയങ്കര ക്ലോസ് ആയി. പിന്നെ ആള് പറഞ്ഞു നാടും ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം പറഞ്ഞു. നമ്മുടെ മലബാർ ഫുഡ്സ് ഒരു ബെറ്റർ ഓപ്ഷൻ ആണല്ലോ. ഞാൻ അങ്ങനെ ഫുഡ് നാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു ദിവസത്തിന് കൊടുത്താണ്. വീട്ടിലേക്ക് ഓടുന്നു ഉമ്മാന്റെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് എത്രത്തോളം ഇംഗ്ലീഷ് നോളജ് ഉണ്ടെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. BA എടുത്തത് ഇംഗ്ലീഷ്. മറ്റേ അച്ഛൻ്റെ അമ്മയിലും ഉർവശി പറയുന്ന പോലെ കൂട്ടിക്കൊഴിച്ച് ഇടങ്ങേറായിരുന്നു. എങ്ങനെയാ സംസാരിച്ചൊക്കെ എങ്ങനെയാ? ഉമ്മ അവളെ എങ്ങനെയാ വിളിച്ചിരുന്ന ഫുഡ് കഴിക്കാൻ? നമ്മള് പട്ടിയോട് വിളിക്കൂലേ ഇതാ അല്ലട്ടോ അല്ലട്ടോ ഇങ്ങനാണോ? അല്ല അല്ല ഫസ്റ്റ് ദിവസം അങ്ങനെ ഞാൻ ഇതാ കമ്മിയായിരുന്നു. പക്ഷെ നമ്മള് മലയാളം കുറച്ചൊക്കെ അവൾക്ക് അറിയാട്ടോ. കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കാരണം അറിയാം. അവളെ കുറ്റം പറയലൊക്കെ ഉണ്ട്, പക്ഷെ അപ്പൊ മനസ്സിലായോല്ലേന്ന് അറിയില്ല. അവളുടെ മുന്നിൽ വെച്ച് അവളെ നോക്കും, മനസ്സിലാവില്ല. ചിലപ്പോ ദേഷ്യത്തോടെ നോക്കും, ചിരിക്കുമ്പോ മനസ്സിലാവും. പിന്നെ അങ്ങനെ ഒന്നോ രണ്ടോ വർത്താനം പറഞ്ഞപ്പോ എന്റെ ബാക്കിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കും. തമാശയിലൂടെ അങ്ങനെ പറയാൻ. എത്ര ദിവസം ഉണ്ടായിരുന്നു ആള്? ഒരു ദിവസം, ഒറ്റ ദിവസം പോയി. ഓക്കെ. നമ്മുടെ മന്യ നായിഡു ആയിട്ട് അത്യാവശ്യം ക്ലോസ് ആണ് അല്ലേ? ആ റീല് ചെയ്തതിന് ശേഷമാണോ? അല്ല ആള് നമ്മുടെ ചെറുപ്പത്തിൽ എല്ലാവർക്കും ഒരു ക്രഷ് ഉണ്ടാവില്ലേ? എന്റെ ഒരു സെലിബ്രിറ്റി ക്രഷ് ആയിരുന്നു മന്യേച്ചി. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആളെ. അപ്പൊ ഞാന് പഴയ ആൾക്കാരെയൊക്കെ ഇൻസ്റ്റയിൽ ഇങ്ങനെ തേടി തപ്പി പിടിച്ച് കണ്ടെത്തും. അങ്ങനെ ഒരു സ്റ്റോറീസ് ചെയ്യാറുണ്ടാവും. ആ സമയത്ത് ഞാൻ മന്യ ഇപ്പൊ എവിടെ ആയിരിക്കും, എന്ത് ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് ആളുടെ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് കിട്ടി. അതുകൊണ്ട് അന്ന് ആൾക്കൊരു 2000 ഫോളോവേഴ്സ് ഉണ്ടാവുള്ളൂ. എനിക്കൊരു ഡൗട്ട്, ഇതാ ജെന്യൂൻ അക്കൗണ്ട് ആണോ? പക്ഷെ ആളുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ മെസ്സേജ് അയച്ചത്. അപ്പൊ ആദ്യം ഒന്നും അങ്ങനെ റിപ്ലൈ ഒന്നും തന്നിരുന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് വെറുപ്പിക്കുന്നതുകൊണ്ട് ആള് റിപ്ലൈ തന്നു കണ്ട്. അങ്ങനെ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു ബിഗ് ഫാൻ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ആൾക്ക് ഭയങ്കര സന്തോഷം. കാരണം കുറെ കാലത്തിന് ബ്രേക്ക് ആയതുകൊണ്ട് മലയാളീസ് ആരും ആളെ മൈൻഡ് ആക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോ ആൾക്ക് ഭയങ്കര ഇതായി. പിന്നീട് അവിടെ നിന്ന് നമ്മൾ ഭയങ്കര ക്ലോസ് ആയി. എനിക്ക് എന്റെ ഒരു സിസ്റ്ററിനെ പോലെ തന്നെയാണ്. വീഡിയോ കോൾ ചെയ്യാറുണ്ട്, ഉമ്മയായിട്ട് സംസാരിക്കാറുണ്ട്. എല്ലാരും ഭയങ്കര ക്ലോസ്. അവരുടെ അമ്മയായിട്ടും ഭയങ്കര ക്ലോസ് ആണ്, ഫാമിലി ആയിട്ട് ഭയങ്കര ക്ലോസ് ആയി. പിന്നെ ആള് നാട്ടിൽ വരുമ്പോ ബാംഗ്ലൂർ വന്ന സമയത്ത് വിളിച്ച് അങ്ങനെ പോയി.
അങ്ങനെയാണ് ആ റീൽ എടുത്തത് അല്ലേ? വീട്ടിലേക്ക് വരണ്ടെന്നൊക്കെ പറഞ്ഞു. വരാന്ന് പറഞ്ഞതായിരുന്നു വീട്ടിലേക്ക്, പക്ഷെ ആളുടെ അമ്മക്ക് വയ്യായിരുന്നു. വീട്ടില് എങ്ങനെയാണ് ഹെൽപ്പ് ഒക്കെ ചെയ്യോ പണിയൊക്കെ എടുക്കാന്? ഏയ് ഞാൻ പാത്രം കൊടുത്തന്നില്ലേ, എപ്പോ മാത്രം മോര് തന്നില്ലേ ലൈറ്റിന്റെ സ്വിച്ച് ഓഫ് ആക്കി മോട്ടർ ഓഫ് ആക്കാം. അടക്കി വെച്ച് ബെഡ്ഷീറ്റ് ഒന്നും ചെയ്യില്ല. താഴെട്ടാളെ കടന്നാല് അത് ചവിട്ടിയാണ് പോകും. എന്തൊക്കെയാണ് ഷാമോന്റെ കുറച്ച് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് പറയാൻ പറഞ്ഞു? പോസിറ്റീവ് ഞാൻ പറയാം. എന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഓപ്പോസിറ്റ്. നെഗറ്റീവ്സ് ഞാൻ പറയാം. കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവ്സ് പറയാനൊന്നുമില്ല. എന്നാലും ചിലതൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? മാറ്റണം എന്നുള്ള എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അവനെ ഈ കാത് കുത്തിയത് എനിക്ക് ഇഷ്ടായില്ല. നമ്മുടെ മതത്തില് അങ്ങനെ പറ്റൂലല്ലോ. അത് ഞാൻ എപ്പോഴും പറയലുണ്ട്. പിന്നെ വെള്ളിയാഴ്ച ജുമാക്ക് പോകാന് ഒരാഴ്ച പോയാല് പിറ്റത്തെ ആഴ്ച ഭയങ്കര മടിയാണ്. അത് പറയുമ്പോ ഒക്കെ പറയണ്ടേ. അത് വേണോ? പിന്നെ വേറെന്തൊക്കെയാണ്? പിന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് നിസ്കാരം. അത് നിങ്ങൾ പറഞ്ഞ് നിർബന്ധിച്ച് ഇങ്ങനെ കീ കൊടുക്കൂലോ. പടച്ചവനുള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിൽ മാത്രം പോരല്ലോ. പോസിറ്റീവ് എന്താ ഷാമോന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ട്? കൊറേ കിട്ടും ഒക്കെ പറ. അപ്പൊ കുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് പിന്നെ പഠിച്ചും കൂടി ഇരിക്കുമ്പോ തന്നെ ഇങ്ങനെ ഇത് അങ്ങനല്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാലറി ഒന്നുമല്ല, ജോലി ആയിട്ടൊന്നുമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ കാശ് കിട്ടിയാല് അത് ആദ്യം കൊടുന്നു തരും. ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെ വല്ലാതെ അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒരു മിച്ചം വെച്ച് എനിക്ക് ഒരു എന്താ നെക്ലസും ഒരു സ്റ്റെഡും പിന്നെ ഒരു റിംഗ് ഒക്കെ മേടിച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും. അപ്പൊ കാരണം വർക്ക് ചെയ്യാനായിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ. അപ്പൊ ഇതൊക്കെ എപ്പോഴേ സംഭവിച്ചു. എങ്ങനെയായാലും ഒരുപാട് പൈസ ആവൂല അതിന്. അപ്പൊ കരയെ ചിരിക്കാന്ന് പറയുന്നത്. അപ്പൊ ഞാനെന്താ വിചാരിച്ചത്, ഒരു ബോക്സ് ഇങ്ങനെ പിന്നെ ടീഷർട്ടിനുള്ളിൽ വെച്ച് വന്നു. മനു ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ വാതിലടച്ചു ആദ്യം. ഞാൻ വാതില് തുറക്കാൻ ആക്കിയിട്ട് തുറക്കണില്ല കുട്ടി. അപ്പൊ ഞാനെന്താ വിചാരിച്ചിട്ട് അന്ന് എത്ര വയസ്സായിരുന്നു? അങ്ങനല്ല, 23 വയസ്സായിട്ടു, 2 വർഷം മുന്നേ. അപ്പൊ പിന്നെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിന്റെ ഫോട്ടോ എന്തെങ്കിലും ഇതിൽ വെച്ചിട്ട് വന്നിട്ട് വിചാരിച്ചു. അപ്പൊ എനിക്ക് അങ്ങനെയല്ല, പെട്ടെന്ന് ഞാൻ പറയണ്ടേ മനോട്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. എന്തായാലും തുറക്ക്, ഞാൻ ഒക്കെ തയ്യാറാന്നുള്ളതില് തുറന്ന് നോക്കിയപ്പോ ഇതിങ്ങനെ കാണിച്ചു തന്നപ്പോ എനിക്ക് ഭയങ്കര ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാല് ഉമ്മാക്കൊന്ന് സർപ്രൈസ് ആയിട്ട് വൻ പ്ലാനിലൊക്കെ വന്ന, പക്ഷെ അരയിൽ വെച്ചത് ഉമ്മ കണ്ടേ എല്ലാം പോയി. എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷം. ഞാനാകെ ഇമോഷണൽ ആയോ? അപ്പം ഷാമോൻ എന്ത് തോന്നി? അഭിമാനം തോന്നി? സന്തോഷം. എനിക്ക് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ജോലി എടുത്തിട്ട് എന്തെങ്കിലും ആയിട്ട് ഉമ്മാക്ക് ഉപ്പാക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ എനിക്ക് ജോലിയായിട്ടൊന്നും പ്രൊഫഷണൽ ആയിട്ടൊന്നും ഇല്ലെങ്കിലും പക്ഷെ പാഷന്റെ പിന്നാലെ പോയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഉപകാരം ഉള്ളത് കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റി. ശരിക്കും എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ അല്ലേ ഷാമോൻ? അങ്ങനെയൊന്നും പറയാനില്ല. അത് നമ്മളെവിടെ കത്തും. വിനയല്ലേ ഇത്? ഇനി നമുക്കൊരു സെഗ്മെന്റ് ആണ്. ഞാൻ കുറച്ച് കുസൃതി ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങള് ഉത്തരം പറയും. കുസൃതിയാണ്, ചിലപ്പോ ചെളിയായിരിക്കും. വൈദ്യുതിയും മിന്നലും തമ്മിലുള്ള വ്യത്യാസം? വൈദ്യുതി ഒക്കെ മേൽ തട്ടും, അങ്ങനല്ലേ? മിന്നല് തട്ടിക്കോളി. തട്ടൂലേ? എനിക്കറിയോ? ഷാമോനിങ്ങനെ താഴ്ന്ന് ചിന്തിക്കുന്നുണ്ടല്ലേ? കറണ്ട് നമ്മളടിക്കും, കറണ്ട് ബില്ല് നമ്മളടിക്കും, മിന്നല് നമ്മൾ തിരിച്ചിങ്ങോട്ട് അടിക്കും. അതാണോ? ആണോ? പിന്നെ അടുത്തത് ഒരു ചളി ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഉത്തരം കിട്ടില്ല, എന്നാലും ഞങ്ങൾ ചോദിക്കാം. ഒരാൾ ഒരു മരുഭൂമിയിലൂടെ പോവായിരുന്നു. കുറെ ദൂരം നടന്നപ്പോ അയാൾ ക്ഷീണിതനായി. അയാൾക്ക് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമൊന്നും അവിടെ ഇല്ല. അയാളുടെ കയ്യിലാണെങ്കിൽ ഒരു തേങ്ങ മാത്രമാണുള്ളത്. അറിയോ ഈ ക്വസ്റ്റ്യൻ? കയ്യിലൊരു തേങ്ങ മാത്രമേ ഉള്ളൂ, വിശ്രമിക്കാൻ അവിടെ ഒന്നുമില്ല. എങ്ങനെ വിശ്രമിക്കും? എനിക്കറിയാം, അമ്മ പറയട്ടെ. തേങ്ങ പൊളിച്ച് തേങ്ങന്റെ വെള്ളം കുടിച്ചോ? വിശ്രമിക്കാൻ നമുക്ക് എന്താ വേണ്ടേ? തേങ്ങ മാത്രമുള്ള കയ്യിലെന്നോ? കുറച്ചേരം ഇരിക്കുക, വിശ്രമിക്കാൻ. തേങ്ങന്റെ മേലെ തേങ്ങ മുറിച്ച് മുറിയാക്കിട്ടാ നമ്മുടെ ലെവലിലേക്ക് താഴ്ന്ന് ചിന്തിക്കും. തേങ്ങ മുറിച്ച് മുറിയാക്കിട്ടാ ഒരു മുറിയിൽ താമസിക്കും വേണേ, മറ്റേ മുറി അടക്കം കൊടുക്കല്ലേ? ഏത് ബിസിനസ്? അതെ അതെ. ഓക്കെ, അത് പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. ഒരാൾ ഒരു മുറിക്കകത്ത് അകപ്പെട്ടു.
ആ മുറിയുടെ വാതിൽ പുറത്തു നിന്ന് പൂട്ടിയിരിക്കുകയാണ്. അയാൾക്ക് ആ റൂമിൽ നിന്ന് രക്ഷപ്പെടണം. എങ്ങനെ രക്ഷപ്പെടും? ഒറ്റക്കേ ഉള്ളൂ. ആ. പറ. വാതിൽ അടച്ചേക്കാണ്, പുറത്തുനിന്ന് പൂട്ടിയേക്കാണ്, അയാൾക്ക് പുറത്ത് അടക്കണം. അയാൾ ആ വാതിലെ നോക്കി കളിയാക്കും. വാതിൽ പൊളിയും. ആ പൊളിഞ്ഞ വാതിലൂടെ ചളി തെറിച്ച് വെള്ളല്ലേ. നേരത്തെ നല്ല ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തത് ഇതുപോലത്തെ ചോദിക്കടാ. ഇതുപോലത്തെ ആൻസർ പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യം. മെയിൻ ആയിരിക്കും. ഒരാൾ കോൾഗേറ്റ് മാക്സ് ഫ്രഷ് കൊണ്ട് പല്ലേക്കായിരുന്നു. പെട്ടെന്ന് അയാൾ മരിച്ചുപോയി. വായിരുന്നു പൊട്ടി, അങ്ങനെ മരിച്ചുപോയി. ഞാൻ ഒന്ന് അങ്ങോട്ട് ചോദിക്കാം. 100 കാലുള്ള ഒരു അട്ട യൂട്ടേൺ എടുക്കാൻ എത്ര കാലം ഉപയോഗിക്കും? അട്ടക്ക് കാലില്ലല്ലോ. തേരട്ട 100 കാലുള്ള ഒരു തേരട്ട യൂട്ടേൺ എടുക്കാൻ എത്ര കാലം ഉപയോഗിക്കും? ഒരു വെള്ളം കൊടുത്തേ. വെള്ളമാണോ? എത്ര കാലം ഉപയോഗിക്കും? രണ്ട് കാല്. 100 കാലുള്ള ഒരു അട്ട യൂട്ടേൺ എടുക്കാൻ എത്ര കാലം? ഞാൻ പോണ അട്ട യൂട്ടേൺ എടുക്കാൻ എത്ര കാലം ഉപയോഗിക്കും? 100 ഉപയോഗിക്കണ്ടേ? ഉറപ്പിച്ച് പറയണം. ഞാൻ താഴ്ന്ന് ചിന്തിക്കട്ടെ ലെവലിലോട്ട്. നിന്റെ ലെവലില്ലേ? അട്ട കാറിലാണോ പോണേ? അല്ല, അട്ട ഇങ്ങനെ പോവാണ്. കാറാണോ യൂട്ടേൺ എടുക്കണേ? അല്ല, അട്ടന്റെ യൂട്ടേൺ എടുക്കണേ. തോറ്റോ? 99 കാലം ഉപയോഗിക്കും. മറ്റേ ഒരു കാലം കൊണ്ട് പുറകിൽ അട്ടക്ക് സിഗ്നൽ എടുക്കും. ഉമ്മാന്റെ എല്ലാ കഴിവും കിട്ടിയിട്ടുണ്ടല്ലേ. തഗ്ഗും അതുപോലെ, പാട്ടും അതുപോലെ. മോന് മാത്രല്ല, മോന് വരക്കും, മോള് വരക്കും. എല്ലാവർക്കും കഴിവ്. മൾട്ടി ടാലന്റഡ് ഫാമിലിയാണ്. ഞാൻ പറഞ്ഞല്ല. ആ പാട്ടൊന്ന് പാടോ? വോയിസ് ഒക്കെ ഉദിത് നാരായണന്റെ പോലെ. ഉദിത് നാരായണ ഒരു പാട്ടാണ്. ഏതേതോ ഗന്ധർവന്റെ ഓടപ്പുൽ തണ്ടിൽ പാടാം വലികേ ഹോയ് നക്ഷത്രങ്ങൾ നാണം കൊള്ളും. ഹലോ, പാടലുണ്ട്. തൊണ്ടവേദനിച്ചിട്ടാകാരോ എന്തിനു ചിരിച്ചത്? അത് വെച്ചിട്ടായിരുന്നില്ലേ? പാടലുണ്ട്. രുചിയുടെ പോലെ കറക്റ്റ് അതുപോലെ അല്ലേ പാട്ട് വെച്ചത്. വേറെ പാട്ടാണോ? വേറെ പഠിക്കും. വേറെ എത്ര പാട്ട് പാടലുണ്ട്. ഇടയില് ഫുള്ള് പാടണം. മഞ്ജുള്ള പെണ്ണല്ലേ? എന്നെ കാണുമ്പോൾ ഏത് പാട്ടാണ് ഓർമ്മ വരുന്നത്? എന്നെ കാണുമ്പോ എനിക്കടലിൽ താമസിച്ചാൽ തരാം രാക്ഷസി. ഓക്കെ, വേറെ ഏതെങ്കിലും ഒരു 2 പേര്. ഞാൻ കിട്ടിയ പെണ്ണാണോ? ഏതാണെങ്കിൽ. ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും, കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും, ഞാനൊന്നു പിണങ്ങും നേരം കരയുന്നൊരു മോളാണ്, ഞാനൊന്നു ചിരിച്ചാൽ അവളിൽ പെരുന്നാളിൻ പൊലിവാണ്, ഒരു നേരം പിരിയുമ്പോഴും എന്റെ മനസ്സിൽ സങ്കടമോ. അദ്ദേഹം മനസ്സിൽ പെരുന്നാളിൻ ഇപ്പൊ ഈ ഓർമ്മോത്സവത്തിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഓട്ടോഗ്രാഫ് സൈനൊക്കെ തന്നിട്ടുണ്ടല്ലേ. അപ്പം ആരാണ് ആദ്യം തന്നതാരാ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു തമിഴ് ആക്ടറാ. ജ്യോതിക ഇപ്പൊ അടുത്തല്ലേ? സിനിമ ഫാമിലിയാ. ഒരു ഫേമസ് ആയിട്ടുള്ള ആക്ടറിന്റെ അനിയനാ. അതെ. ശരിക്കും? ഓ, ഇത് എങ്ങനെയായിരുന്നു? എപ്പോഴായിരുന്നു ഇത്? കാർത്തി സാറ് കൊച്ചിയിൽ വന്നൊരു സമയത്ത്. ഏത് മൂവിക്ക് വേണ്ടിട്ടായിരുന്നു പ്രൊമോഷൻ വന്നത്? സർദാർ മൂവിയുടെ പ്രൊമോഷൻ. ഓക്കെ ഓക്കെ. വേറെ ഏതൊക്കെ സെലിബ്രിറ്റീസ് ഇതിനകത്ത്? എന്റെ ഫേവറേറ്റ് പേജ് ഞാൻ കാണിച്ചില്ല. ഇതിൽ ഒരുപാട് ഉണ്ട് ആക്ച്വലി. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പേജ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ട്രസാ ജ്യോതിക. ഇപ്പൊ അടുത്തല്ലേ? എല്ലാം ഖുഷിയിലെ ജ്യോതികയാണല്ലോ. വേറെ ആരൊക്കെ ഉണ്ട് ഇതിനകത്ത്? ഒരുപാട്. ചാക്കോച്ചൻ ഉണ്ട്, ഭാവനേച്ചി ഉണ്ട്, നിവിനേട്ടനുണ്ട്, മഞ്ജു വാര്യറുണ്ട്, ചേച്ചി,
പിന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ ആളുടെ ഓട്ടോഗ്രാഫ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എപ്പോഴെങ്കിലും കാണുമെന്ന് വിചാരിക്കുന്നവരാണ്. ശോഭന ചേച്ചി അല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടോ? എനിക്ക് എന്തോ ചെയ്യാൻ തോന്നിയപ്പോ അങ്ങനെ ചെയ്തതാ. ഇത് ശരിക്കും ബുക്ക് ഫുൾ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ കിട്ടുമ്പോ നമുക്ക് ഫോട്ടോഗ്രാഫ് വാങ്ങിക്കാറെന്ന് വിചാരിച്ചത്. എനിക്ക് ഭയങ്കര നല്ല ഫോട്ടോസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തൊരു സാധനമാണ്. ഭാവനേച്ചിയുടെ കുറച്ച് വെറൈറ്റി ആയിട്ടാ ചെയ്തിട്ടുള്ളത്. എന്താ പരിമളം സുഖല്ലേ? ചേച്ചിയുടെ ഫേസ് ശുദ്ധമാണ്, വിശ്വസിക്കാം. അതാ റീലിനകത്ത് പറയുന്നുണ്ടല്ലോ. എന്റെ ക്യാപ്ഷൻ. സെലിബ്രിറ്റീസ് മാത്രമേ ഉള്ളൂ അതോ ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഇതില്. ഈ ഇത് കോളേജിലെ ഓണം പരിപാടിന്റെ ഉണ്ട്. എഴുതും ചെയ്യും അല്ലേ? എഴുതും ചെയ്യും. അന്നത്തെ നല്ല മൊമെന്റ്സ് ഒക്കെ എഴുതും. ഫ്രണ്ട്സിന്റെ സിഗ്നേച്ചേഴ്സ്. ഇത് ഞാൻ വരച്ച ഒരു ആർട്ടാ. പൊന്നിയിൻ സെൽവൻ. തമിഴ് അറിയൂ? തമിഴ് കൊഞ്ചം കൊഞ്ചം തരും അല്ലേ? ഗൂഗിളിൽ നോക്കിയത് പോലെ എഴുതണം. ഹീരാമണ്ടിന്റെ ഒന്ന് വരച്ചിരുന്നില്ലേ? അത് വേറെ ബുക്കിൽ. വേറെ ബുക്കിൽ. ഈ ബുക്ക് ഫുൾ ആയിട്ടുണ്ടോ? ഈ ബുക്ക് ഓൾമോസ്റ്റ് കുറച്ച് പേജസ് ബാക്കിയുണ്ട്. ഇത് ബുക്ക് ആരെങ്കിലും തന്നാണോ അതോ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചാണോ? ഇത് വാങ്ങിച്ചാണല്ലേ? ഓക്കെ ഓക്കെ. ഇതുപോലത്തെ എത്ര ബുക്ക് ഉണ്ട്? ഇതുപോലത്തെ ഒരു ഗിന്നസ് ബുക്ക് ഉണ്ട്. ഓക്കെ. അതിലെന്താ റെക്കോർഡ്സ് ഇതുപോലത്തെ സംഭവങ്ങളാണോ? ഇതുപോലത്തെ 2 ബുക്ക് ഉണ്ട്. അതും സ്ക്രാപ്പ് ബുക്ക് തന്നെയാണ്. ഓരോ ഇയറിൽ ഞാൻ ചെയ്യുന്ന വർക്ക്സാ. ഓക്കെ. പുതിയ ഇനി അടുത്ത ഇയർ തുടങ്ങുമ്പോ അടുത്തൊരു ബുക്ക് വാങ്ങിക്കണം. ആദ്യത്തെ മെമ്മറീസ് അതിൽ കളക്ട് ചെയ്തു. അപ്പം എത്ര വർഷമായി ഇപ്പം ഇതില് ചെയ്യാൻ തുടങ്ങിയിട്ട്? 2023 കഴിഞ്ഞ വർഷം തൊട്ടിട്ടുള്ള. പിന്നെ 24 ബുക്ക് അവിടെ ഉണ്ട്. 25 സൂൺ ചെയ്യണം. സമയം എത്രയായിരുന്നാലും പറയാം. എത്രയായി? കുട്ടിനെ കൊണ്ടുവരാൻ പോണ്ടേ? ആദ്യം ഒരാളല്ലോ വന്നിട്ട്. അപ്പൊ ഇവിടെ എത്ര ആളുണ്ടാവും വിചാരിച്ചിട്ടില്ല. ഒന്നും വീട്ടിലത്തെ പണികളൊന്നും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പണികളൊന്നും ഒരുങ്ങിയിട്ടാണ് പോവാണ്. അതിന്റെ ഗായ്സ് ബൈ. ടാറ്റാ.